ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ, അതോ അബി കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോയോന്നൊക്കെ. ഹായ്. അപ്പോൾ കുറേ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. ഏട്ടാ ഏട്ടാ ഈ തീവുകൾ അറിയാല അമ്മയാ വിഷ്ണു. അയ്യോ 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 ഒന്നും പറയാനില്ല. 10-11 വയസ്സായിരുന്നപ്പം അമ്മയ്ക്കും വിഷ്ണുവിനും പ്രണയത്തെ തുടർന്ന് അവസാനം ഓടാൻ ശ്രമിച്ച് വീട്ടുകാരൊക്കെ ഗ്യാസ് കൊടുത്ത് പക്സ്കായതിനു ശേഷം പിടിച്ചോണ്ട് അകത്തിട്ട് കുറച്ച് കാലം ലവന്. എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോൾ ലെവളെയും കൊണ്ട് പോയതിനു ശേഷം ലെവനെ തേച്ചുകൊണ്ട് ലെവൾ വേറൊരുത്തൻ്റെ കൂടെ പോയവരെ, അതും അവൻ്റെ കൂട്ടുകാരെ. എന്നിട്ട് ഇപ്പോൾ കൂട്ടുകാരന് വേണ്ട, വീണ്ടും അവനോട് തന്നെ തിരിച്ചു പോയി. ഏതാടാ ഈ യൂണിവേഴ്സ്? ലെവൻ കഞ്ചാവാണ്, അതുകൊണ്ട് അത് പറ്റൂല, അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് പിന്നെ ഒരു ചെണ്ടമേളത്തിന് രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നതും കണ്ട് അപ്പോഴും ഞാൻ കിളി പറഞ്ഞു. എന്നിട്ട് സംഭവം എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൂട്ടുകാരൻ, അതായത് വിഷ്ണുവിൻ്റെ കൂട്ടുകാരൻ വിഷ്ണുവിൻ്റെ ഭാര്യ അടിച്ചുകൊണ്ട് പോയി. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കൂട്ടുകാരന് ഇവൻ്റെ ഭാര്യയെ എടുത്തപ്പോൾ അവൻ വിട്ടപ്പം ഇവൻ്റെ ഭാര്യ തിരിച്ച് അവൻ്റെ അടുത്ത് പോയി. ഒന്നും മനസ്സിലായില്ലല്ലേ? ഞാൻ മനസ്സിലാക്കി തരാം. അയ്യോ, ഇതൊക്കെ മനസ്സിലാക്കി വന്നപ്പോൾ ഞാൻ തന്നെ ഇങ്ങനെ കിളി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം, അടിപൊളി, എൻജോയ് ചെയ്യും. നിങ്ങൾ ലൈഫല്ലേ, ഒന്നല്ലേ ഉള്ളൂ, എൻജോയ് ചെയ്ത് പൊളിക്കണം. കാട്ട് അപരാധികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും. ഞാൻ അതുകൊണ്ടൊന്നും പറയുന്നില്ല. കൊള്ളാം, യൂണിവേഴ്സ് നല്ലതാണ്, നല്ല യൂണിവേഴ്സിലാണ് നിങ്ങളൊക്കെ ജീവിക്കുന്നത്. പക്ഷെ എന്തോന്നടാ, ഇതിനെയൊക്കെ ന്യൂജനാണ്, മറ്റതാണ്, മാടയാണ്, കോടയാണെന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും കാട്ട് കഴിവേറി എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത അയ്യോ അവർ എൻജോയ് ചെയ്യട്ടെ, അവർ പിള്ളേരല്ലേ, അവരെ പറ്റി അയ്യോ ഒന്നും പറയില്ല എന്ന് വല്ലത് ആരെങ്കിലും പറഞ്ഞാൽ മുടൽ വെട്ടി അടിക്കും, ആസിഡ് ഒരു ഞാൻ കൂടുതലും നിന്നെ കൊണ്ട് പറയിപ്പിക്കില്ല. അപ്പം നമ്മുടെ ഇവരുടെ ഒരു അടിവഴക്കൊക്കെ ഒരു സമയത്തുണ്ടായിരുന്നു. നമ്മളതിൻ്റെ കുറച്ച് മുന്നേ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീസെൻ്റായിട്ട് നമ്മുടെ അമ്മയെ കൊച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കോണം പറപ്പച്ച് പറ. ഹായ് ഗൈസ്. അപ്പൊ കുറെ പേര് എന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഏത് മൊണ്ണകളാണ് നിന്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നത്? അത് നീ ഒന്ന് പറ. ഏത് കാട്ടുമൊണ്ണകളാണ് നിന്റെ അടുത്ത് ഇത്തരം കാര്യങ്ങളൊന്നും ചോദിക്കുന്നത്? എനിക്ക് അതാണ് അറിയേണ്ടത്. കോപ്പ് മേ ബി അബി എവിടെ പോയി, അബി ഇട്ടിട്ട് പോയോ, അതോ അബി കുറെ പേര് ഞാൻ കമന്റ് ഒക്കെ കണ്ടു അബി തേച്ചിട്ട് പോയോന്നൊക്കെ. അബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാമുകൻ, അതായത് വിഷ്ണുവിന്റെ കൂട്ടുകാരൻ, നല്ല കെങ്കേമം. എന്നിട്ട് തിരിച്ചു പോയപ്പം അവൻ ഏറ്റെടുത്തില്ല. ആര്? മറ്റോ വിഷ്ണു. അവന് പിന്നെ വേറെ പെണ്ണ് കിട്ടില്ലെന്ന് അവന് കൺഫേം ആയിട്ട് അറിയാം. ഇനി ജീവിതത്തിൽ അവന് പൈസ കൊടുത്തു പോയാൽ പോലും ഒരു കളിക്ക് ഒരു പെണ്ണിനെ കിട്ടില്ല. അതുകൊണ്ട് അവനെന്ത് തിരിച്ചു പിള്ളെ തന്നെ വിളിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പിന്നെ എന്നാ പരിപാടി? ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണോ? ഇതൊക്കെ സപ്പോർട്ട് ചെയ്യണോ മടൽ വെട്ടി പരിപാടികളെ? അബി ഒരു ഫ്രോഡായിരുന്നു ഗൈസ്, അത് ഞാൻ പിന്നെയാണ് മനസ്സിലായത്. ഞാനും വിഷ്ണുവായിട്ട് ബ്രേക്കപ്പ് ആവാൻ വേണ്ടി അവൻ കുറെ കിടന്നിട്ട് ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കത് ആണോ ഡി? ആണോ? നിനക്കിപ്പോഴാ മനസ്സിലായത്? ഇതൊക്കെ നീയൊക്കെ റീച്ചിന് വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? പറ്റണ്ട വേണം, നിഷേധിച്ചാൽ മതി. പറയടി. മനസ്സിലായതാണ്. ആണോ? അത് കാരണം എനിക്ക് കുറെ പ്രശ്നങ്ങൾ തന്നെ ഉണ്ടായി. ഈ ഒരു പ്രശ്നത്തെ ആവശ്യത്തിനെ പറ്റി കുറെ അല്ലെങ്കിൽ തന്നെ നീ ഒരു പ്രശ്നം, നിനക്കിനി വേറെ പ്രശ്നം പറ. പറഞ്ഞു തന്നു. ഞാൻ അതെല്ലാം വിശ്വസിച്ചു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പക്ഷെ എനിക്കത് അറിയില്ലായിരുന്നു. പിന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞതും. പിന്നെയാണ് കുറെ കാര്യങ്ങൾ അറിഞ്ഞത്. ഇതൊക്കെയാണ് കുറെ കാര്യങ്ങൾ. ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കുറെ കാര്യങ്ങൾ അറിഞ്ഞ കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. നീ എന്ത് തേങ്ങയടി പറയുന്നത്? എനിക്കും മനസ്സിലാവില്ല. ഉള്ള കാര്യം പറയുന്നത്. അയ്യോ, നമുക്ക് വിചാരിക്കാനായിട്ടൊന്നുമില്ല. അന്നേക്ക് ഇന്നേന്നൊന്നും പറയണ്ട. നമുക്ക് നല്ലോണം അറിയാം നീയൊക്കെ ഏത് ലെവലുകളാണെന്ന്. അതുകൊണ്ട് എടാ വിഷ്ണു, നീ മൊണ്ണയാണ് വീണ്ടും ഇവിടെയൊക്കെ പിടിച്ച് മടിയിരുത്താൻ. കാട്ടുമൊണ്ണേ. വിഷ്ണു പറയടാ, വിഷ്ണു പറയടാ. പക്ഷേ അന്ന് ബ്രേക്കപ്പ് ആയിരുന്നു. പക്ഷെ ഇന്ന് ബ്രേക്കപ്പ് അല്ല, ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്ന കാര്യം. അന്ന് ഞങ്ങൾ ബ്രേക്കപ്പ് ആയിരുന്നു. അന്ന് ഞാൻ വേറൊരു അവിഹിതം പിടിക്കാൻ പോയി. അവന് പിന്നെ പെണ്ണ് കിട്ടൂല എന്ന് മനസ്സിലായതുകൊണ്ട് അവന് വേറെ അവിഹിതം പിടിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഞാൻ വേറെ അവിഹിതത്തിന് പോയി. ഇന്ന് ആ അവിഹിതവുമായിട്ട് ഞാൻ ബ്രേക്കപ്പ് ആയി. അതുകൊണ്ട് വീണ്ടും ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത്, അല്ലെങ്കിൽ എൻ്റെ വിഷ്ണു ഏട്ടായരുടെ അടുത്ത് തിരിച്ചു വന്നിരിക്കുകയാണ്. ഈ വിഷ്ണു പിന്നെ ഈ ഞങ്ങളുടെ റിലേഷൻഷിപ്പിലോട്ട് ഈ അബി എന്ന് പറഞ്ഞ വന്നപ്പോ തൊട്ടാണ് ഇങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ആണോടി?
ആ ഞാൻ എന്താ പറയാ അല്ല നിങ്ങൾ പറയാം ഞാൻ എന്താ പറയാ എനിക്കിത് ആക്ഷൻ കാണിക്കാനേ അറിയത്തുള്ളൂ, ഞാൻ തുപ്പിക്കാണിക്കല്ല. പക്ഷെ എന്തോന്നൊക്കെ അപരാധങ്ങളാണ് ഈ യൂണിവേഴ്സിൽ നടക്കുന്നത്. കുറെ കാര്യങ്ങളൊക്കെ കണ്ട് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായത്. പിന്നെ ഗൈസ് ഇപ്പോൾ ഞങ്ങൾ ബ്രേക്കപ്പ് അല്ല, ഇപ്പോൾ ഞങ്ങൾ വീണ്ടും ഒന്നായിരിക്കുന്നു ഗൈസ്. കൈയടിച്ച് എല്ലാവരും വിട്ടേ. അതായത് അമ്മയ്ക്കും വിഷ്ണുവിൻ്റെ കൂട്ടുകാരനുമായിട്ട് അവിഹിതം, ഓക്കെ, അങ്ങനെ നിൽക്കുന്ന സമയത്ത് വിഷ്ണു കരഞ്ഞ് കുറേ വീഡിയോസൊക്കെ ഇട്ടു. അതിനുശേഷം ഈ വിഷ്ണുവിൻ്റെ കൂട്ടുകാരനുമായിട്ട് ഇവക്ക് ബ്രേക്കപ്പ്. അപ്പോൾ വീണ്ടും ഈ അമ്മ വിഷ്ണുവിൻ്റെ അടുത്ത് പോയി. വിഷ്ണു സ്വീകരിച്ചു. ഒന്നും പറയാനില്ല. എനിക്ക് നിങ്ങളെ രണ്ടുപേരും കണ്ടൊരു സെൽഫി എടുക്കണമെന്നൊരു ആഗ്രഹം. അത്രയ്ക്ക് കിടുക്കാച്ചി പിള്ളേരാ. അൺഫോളോ ബട്ടൺ എന്നെ അല്ല, ഇതിനെയൊക്കെ പോയി ചെയ് കേട്ടാ. വെറും ഇതിന് ഇത് ഒരു പിള്ളേരും ഇനി ഇതിൻ്റെ വീഡിയോ കാണരുത്. കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ വഴി തെറ്റും, കൺഫേമാ. അമ്മാതിരി അപരാധങ്ങളാണ്. കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു ഇന്റർവ്യൂവിലൊക്കെ കൊണ്ടായിട്ട് കേൾക്കാം. വിഷ്ണുവിന്റെ ഫ്രണ്ട്സ് എല്ലാം മോശമാണെന്ന് തോന്നാനെന്താ കാരണം? എല്ലാവരും ഒരേ സ്വഭാവങ്ങളുള്ള ആൾക്കാരാണ്. ആണോ? വിഷ്ണുവിന്റെ ഫ്രണ്ട്സ് എല്ലാം മോശമാണെന്ന് തോന്നാനുള്ള കാരണം ആണോ? എല്ലാവരും മോശമാണെന്ന് തോന്നുന്നു. അപ്പൊ മോശമാണെന്ന് അറിഞ്ഞു വെച്ചും കൊണ്ടാടി നീ അവന്റെ കൂടെ പോയത്. എട്ട് കഴിവേറികളെ എന്നെ അതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു. അവരെ കൂടെ ഇരുന്നാ ഇവനും ഒരേ സ്വഭാവത്തിൽ പെടും. അപ്പൊ അതുകൊണ്ട് ഏട്ടായി ഗ്ലാസ് ഒക്കെ വെച്ച് തൊപ്പിയൊക്കെ വെച്ചിരിക്കുകയാണ്. ഓ എന്റെ പൊന്നൂസിന് എന്റെ അമ്മിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഞാൻ എല്ലാം ഒഴിവാക്കി വിടാറുണ്ട്. ഒഴിവാക്കി അവസാനം നിന്നെ അവളെ ഒഴിവാക്കി. എന്നിട്ട് അവള് നിന്റെ കൂട്ടുകാരൻ്റെ കൂടെ പോയി. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നു. കൊള്ളാം. ജീവിതം വായിക്കണ ജമ്മിന് പോകും, ജിമ്മിനെ ചേർക്കും. സഹിച്ചു. പിന്നെ നീ ഇനി പാസ്ക ക്യാഷിന് മുമ്പ് നിന്റെ കൂടെ എല്ലാവരും കൂടി കയറി വരും. അയ്യോ, നല്ല അണിയാണോ നീ പണയുന്നത്? നീ കേസിനെയൊക്കെ എനിക്ക് ആരുമില്ലായിരുന്നു. ഇവിടെ ഒരു അടിപിടി കേസായാലും വേറെ എന്ത് കേസായിക്കോട്ടെ, നീ ഇനി പാസ്ക കേസിൽ പോകുമ്പോൾ നിന്റെ കൂടെ ഇനി കൂട്ടുകാരന്മാരും കൂടി കയറി വരും ജയിലിൽ. കഷ്ടം. അവർക്ക് നിന്നെയൊക്കെ ആവശ്യം ഉണ്ടോടെ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. നിന്റെ ഫ്രണ്ട്സിന് നിന്നെയൊക്കെ ആവശ്യം ആർക്കെങ്കിലും വരുമോ? പ്രശ്നം വന്നതിന് നിൽക്കാൻ ആരുമില്ല. അപ്പൊ നമ്മൾ നൈസിൽ നമ്മളെ വേണ്ടത് നമുക്കും വേണ്ട. അപ്പോഴിപ്പം കൂടെ നിന്ന് ഇവളല്ലേ, ഇവളും മതി. അങ്ങനെ ഒരു സമയത്ത് മനസ്സിലായി അല്ലേ? മനസ്സിലായി, എനിക്ക് നല്ലോണം മനസ്സിലായി. അപ്പോഴേ എൻ്റെ കൂടെ വന്ന ഇവളാണ്, എനിക്ക് ഇവളെ മതി. പക്ഷെ അവക്ക് നിന്നെ വേണ്ട വേറൊരുത്തൻ്റെ ഒപ്പം, നിന്റെ കൂട്ടുകാരൻ്റെ അവിടെ. എന്നിട്ട് തിരിച്ചു വന്നു സ്വീകരിച്ച നീ ഏത് സാധനോട് അടിച്ചു കയറ്റി വലിച്ചോണ്ടിരുന്നത് എനിക്കറിഞ്ഞൂടെ. ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കണോടെ? പോയി ഒന്നും പറയാനില്ല. അവസാനം സത്യം പുറത്ത്. പറ. അതെ, അപ്പൊ നമ്മളായിരിക്കും തെറ്റുകാരി. നമ്മളാരും കാര്യം അറിയാതെ പറയുന്നുണ്ട്. നിനക്കൊക്കെ എന്നാ അപരാധം വേണോ കാണിക്കാം, എന്നാ ഗീരകത്ത് വേണോ കാണിക്കാം. പറയുന്നത് ഞമ്മളെ കൈ കുഴപ്പം. ഞാനും കൃഷ്ണനായിട്ട് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ ആടെ പേര് പക്ഷെ അന്ന് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. വിശ്വസിക്കരുതടാ, ലോകത്ത് ഒരു പെണ്ണിനും വിശ്വസിക്കരുത്. വിശ്വസിച്ചാൽ അവളുമാരെ നമ്മളെ ചതിക്കും, അത് ഉറപ്പാ. എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്ന് ഞാനും അവനും അങ്ങനെ ഒരു കുറച്ച് ബന്ധമുണ്ട്, അങ്ങനെ ഉണ്ട് ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു ചുമ്മാ ഇതാക്കിയതാണ്. പക്ഷെ എല്ലാരെ കൊണ്ടും പറഞ്ഞു നടന്നു. ഇനി പറയാൻ പറ്റാത്ത ആരുമില്ല. അന്നത്തെ അവസാനം നീ എനിക്ക് വേണ്ട, അവന്റെ കൂടെ തന്നെ പൊയ്ക്കോ. അവൻ പറഞ്ഞൊരു വോയിസ് ഉണ്ട്, ഇത് കേട്ടാ നിനക്ക് തന്നെ മനസ്സിലാവും. അയ്യോ ഇപ്പൊ പെണ്ണു മക്കൾ എന്തിനാണ് അഞ്ഞിച്ചത്? അഭിഗതങ്ങൾ ഉണ്ടാക്കി വെച്ച് മറ്റത് മറിച്ചത് മറ്റേ കഞ്ചാവ് ഏതുകളും കോപ്പുകൾ ഇതൊക്കെ എപ്പോൾ നിനക്കൊന്നും സോഷ്യൽ മീഡിയ അല്ലാണ്ട് വേറെ എവിടെ കിട്ടിയില്ലേ? നിന്റെയൊക്കെ കൊണാണ്ടറുകൾ കൊണ്ട് കാണിക്കേ. ബാ ഇത്രയൊക്കെ പറഞ്ഞതാണ്. പിന്നെ ഞാൻ എങ്ങനെ പിന്നെ ഞങ്ങൾ തമ്മിൽ കല്യാണം ഒന്നും അങ്ങനെ കഴിഞ്ഞിട്ടൊന്നുമില്ല. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെയാ. എനിക്കും തോന്നി സത്യം. എന്ത് ഞാൻ അതല്ല, ഇവരൊക്കെ കല്യാണം കഴിച്ചാണ്, അങ്ങനെ വരൂല.
അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിനൊരു പോക്കേ. അത് ഇപ്പോഴാണെങ്കിൽ എന്നെ ഫുള്ള് ബ്ലാക്ക് മെയിലാണ്. നിങ്ങൾ തന്നെ പറ. പിന്നെ എനിക്ക് ഈ ടൈമിൽ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പറ്റിയ ചാതന ബ്ലാക്ക് മെയിൽ പോലെ. ഓ, കറണ്ടും പോയി. കഥാക്കുക എൻ്റെ അവസ്ഥ. കഞ്ചാവൊക്കെ ആദ്യം വലിക്കുമായിരുന്നു, അതെനിക്ക് അറിയാമായിരുന്നു. ഒന്നും പറയാനുള്ള കറണ്ട് പോയപ്പോഴേ ഞാൻ വിചാരിച്ചു ഇവങ്ങനെ ഇരിക്കുന്നു, കഞ്ചാവൊക്കെ വലിക്കുമായിരുന്നു. പിന്നെ ഞാൻ അടുത്ത് പറയാനൊന്നും പോവില്ല, എനിക്കറിയായിരുന്നു. പോലീസുകാരെ ഇതൊക്കെ കണ്ട എനിക്കറിഞ്ഞൂടെ. എക്സൈസുകാരെ കാണുന്നുണ്ടോ? എന്നെ കൊണ്ട് അറിയാവാ, അപ്പൊ തന്നെ പറയും എന്നെ അത്ര ഇഷ്ടമുണ്ട്. എന്നെ ഇതൊക്കെ വലിച്ചിട്ടാണ് അവൻ ഇങ്ങനത്തുള്ള സംശയ രോഗമൊക്കെ കാണിച്ചത്. ആഹാ, കൊള്ളാം. അപ്പൊ സംശയരോഗം ഉണ്ടാകാനായിട്ട് കൂട്ടുകാരൻ്റെ കൂടെ പോയ നീ തെറ്റുകാരിയില്ല, പോയപ്പോ അവന് സംശയരോഗമായി. കൊള്ളാടി, കൊള്ളാം. ഏതാടാ ഈ കാട്ടപരാധികൾ? അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ശരിക്കും കാണിച്ചു കൊടുക്കുവാ ഇവരുമായിട്ടുള്ള ഈ ബന്ധം. ഇപ്പോഴാണ് ശരിക്കും ഞാൻ കാണിച്ചു കൊടുക്കാൻ പോണത്. സത്യം കാണിച്ചു കൊടുക്കാൻ പോണെന്ന് ലൈറ്റ് കത്തി. ഒരു സെക്കൻഡ് എന്റെ റിംഗ് ലൈറ്റ് ഓൺ ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരുമാതിരി ഇരുട്ടത്തിരുന്ന പോലെ ഭൂതം പോലെ ആയിപ്പോകും. അത്രേ എനിക്കിപ്പോ പറയാനുള്ളൂ. അതെ, അതായത് ഇപ്പൊ രമണ പറ, എനിക്കറിഞ്ഞൂടെ. പറഞ്ഞിങ്ങനെ പുറകെ നടന്നു വരുന്നുണ്ട് ഒരു ഭർത്താവ്. അതായത് അവന് ഇവളെ സംശയരോഗമായിരുന്നു, അതുകൊണ്ട് ആ സംശയരോഗം യാഥാർത്ഥ്യമാക്കാനായിട്ട് അവന്റെ കൂട്ടുകാരനോട് അഭിഹിതം പുലർത്തി അവൻ്റെ കൂടൊപ്പം ഇറങ്ങിപ്പോയി, ഇവനെ തേച്ചു. എന്നിട്ട് ഒരു കാലം കഴിഞ്ഞപ്പോൾ അവനുമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് മടുത്തതിന് ശേഷം തിരിച്ചു വന്നു. കൊള്ളാം, നല്ല യൂണിവേഴ്സാ. അടുത്ത് ഇനി നമ്മുടെ ഏട്ടായി ഇതെല്ലാം ക്ഷമിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഏട്ടായിക്ക് ഇപ്പൊ ഇതൊന്നും പ്രശ്നമല്ല. ഏട്ടായി എൻ നെഞ്ചിൽ കുടിയിറുക്കും, ഞാൻ കാതലിക്ക മാട്ടെ, ഞാൻ ഊഫലിക്ക മാട്ടെ പറയടാ. ഓ, കോപ്പില BGM കുത്തിക്കറ്റി എന്നാ മണ്ണാങ്കട്ടൊക്കെ ഇറങ്ങിയത്. നമുക്കൊക്കെ വീഡിയോ എടുത്ത് ചെയ്യാനുള്ള എന്നുള്ള ബോധം നിനക്ക് വേണ്ടടാ. കോപ്പി റൈറ്റ് അടിക്കൂടെ കുട്ടാ. കമന്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. പഴയ മറ്റേ ആക്ടേഴ്സിനെ കൊടുക്കാൻ വേണ്ടി സത്യം പറയാമല്ലോ, ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. നീ എന്ത് തേങ്ങയുടെ പറയുന്നത് കേട്ടു നോക്കട്ടെ, എനിക്കൊരു മനസ്സിലാവണില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ കേൾക്കാൻ പറ്റും, ഞാൻ ഒന്ന് കേട്ടു നോക്കട്ടെ. അയ്യോ, വീഡിയോയിൽ പറയാൻ പറ്റാത്തത്, കമന്റിൽ പറയാൻ പറ്റാത്തതൊക്കെ എനിക്ക് കുറെ പേര് മെസ്സേജ് അയക്കുന്നുണ്ടെന്ന് കേട്ടല്ല. ബാക്കി 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 വെയിറ്റ്. ഓ, ഞാൻ അവിടെ അത്രയും എഫർട്ട് എടുത്തു എന്നാണ് അവൻ പറയുന്നത്. സൂക്ഷിച്ച് പറയടേ. ഏതോ നല്ല ഒന്നാം തരം സാധനം വീണ്ടും കൂട്ടിയിട്ട് കത്തിച്ചിട്ടുണ്ട്. തെറ്റില്ല, അതിൽ തെറ്റില്ല, തെറ്റുണ്ട്. എന്തുവാടേ? എടാ കോപ്പ, ഒരു BGM മാറ്റിയിടേ. ഹച്ചോടോ. ഓ, പഞ്ചിടായില്ലോ. സ്നേഹത്തിന്റെ വില സ്നേഹിച്ചവർക്ക് അറിയാവൂ. വാവ്, വീണ്ടും എൻ നെഞ്ചിൽ കൊടി ഇറക്കാം. നീ ഒന്നും പറയണ്ടടാ, എന്താ പറയാന്ന് എൻ്റെ അടുത്ത് ചോദിക്കുന്ന? ഓ, അവക്ക് ചെറിയൊരു തെറ്റായിട്ട് തോന്നി, അങ്ങനെ എന്നെ വേണ്ടെന്ന് വെച്ച് പോയതാ. പിന്നെ അവള് തിരുമ്പി വന്നേ. എന്നടാ പണ്ണി പണ്ണി വെച്ചിരിക്കേ. എന്തായാലും ഒരു കാര്യത്തിൽ സമ്മതിച്ചേട്ടാ, ഈ ഒരു നിന്റെ സ്വന്തം ലൈഫ് സ്റ്റോറി ഇങ്ങനെ ദുഃഖമായിട്ട് പറയുമ്പോഴും സെഡ് BGM കയറ്റിയ നീ ഇരിക്കട്ടൊരു കുതിരപ്പാവൻ. ഓ, കോപ്പം അവൻ്റെ പാത്ത മാനത്തെ താണ്ടി പാട്ടുവിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നാട്ടുകാരെ പറ്റിക്കാനായിട്ട്. മതി, മൊത്തം ബാക്കി പാട്ടാ ചക്കായിട്ട് വന്നിരിക്കും. നിങ്ങൾക്ക് ഞാൻ വേറെ സാധനം കാണിച്ചു തരാം. നിങ്ങൾ കാണേണ്ട കണ്ടാൽ മതി, ആവശ്യമില്ലാതൊന്നും കാണണ്ട. ബാ, ഇത് കുറച്ച് ദിവസം മുന്നേ കിടന്ന് മോങ്ങിയതാണ്. പുതിയൊരു ഇൻസ്റ്റാഗ്രാം പേജും തുടങ്ങിയിട്ട് അവിടെ കിടന്ന് മോങ്ങുക. ഐ തിങ്ക് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് എടുത്ത ഒരു പ്ലാനിങ് ആണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇവൻ അന്ന് ആ വീഡിയോ ഇട്ടതിന് ശേഷം തന്നെ ഇവരേതൊരു ചെണ്ടമേളത്തിലൊക്കെ ഒരുമിച്ചൊക്കെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവർ റീച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു പേക്കൂത്ത് പരിപാടിയാണ്. സ്വന്തം മാനം വിറ്റ് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതിൻ്റെ വേറൊരു വെർഷനായിട്ട് സ്വന്തമായിട്ട് നാറ് ചീഞ്ഞളിഞ്ഞിട്ടായാലും ഇങ്ങനൊരു റീച്ച് ഉണ്ടാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്തൊരു പരിപാടിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഈ
ഇപ്പം നിങ്ങളൊന്ന് ആലോചിക്കും, ഈ വിഷ്ണു ഇവൻ കുറച്ചെങ്കിലും തലയ്ക്ക് ബോധമുള്ള ഒരുത്തനാണെങ്കിൽ ഇവന്റെ ഭാര്യ ഇവന്റെ കൂട്ടുകാരൻ്റെ കൂടെ പോയതിനു ശേഷം ആ കൂട്ടുകാരൻ ഒഴിവാക്കിയതിനു ശേഷം തിരിച്ചു വരുമ്പോൾ അവളെ ഇവൻ അക്സെപ്റ്റ് ചെയ്യുമോ? കുറച്ചെങ്കിലും ബോധമുള്ള ഏതെങ്കിലും മനുഷ്യനത് ചെയ്യുമോ? അപ്പൊ പറയും പ്രേമം തേങ്ങ മണ്ണക്കൊല്ല മാങ്ങാ തൊലി ഒന്നും പറയണില്ലേ. നീ പറയടാ. ഈ വധൂരിക്ക് BGM ഇല്ലാതെ വീഡിയോ ചെയ്യാൻ അറിഞ്ഞൂടേടെ. നീ ഏതാടാ യൂണിവേഴ്സ്? നാട്ടുകാരത്ത് മൊത്തം ഞാൻ വീണ്ടും വീണ്ടും ഇവിടെ ഇരുന്ന് ചെവി കേട്ട് പറഞ്ഞു കൊടുക്കണോ? ബ്രേക്കപ്പ് ആവാൻ കാര്യം വേറെ ഒന്നുമില്ല. അവളുടെ കുറച്ച് അനാവശ്യ ചാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു ഞാൻ പോയി ഗയിൽ പറയടാ കൂട്ടാ. വേറെ ആരുടെ അല്ല, അവന്റെ കൂട്ടുകാരൻ്റെ തന്നെയാണ്. അവന്റെ കൂടെ കൊണ്ട് കടന്നവന്റെ തന്നെയാണ് അവൻ കണ്ടേന്ന്. നിനക്കറിയാന്നുള്ള തേങ്ങ മാങ്ങ തൊലി. ചാറ്റ് നോക്കിയത് ഏട്ടായി. അവളെ ചാറ്റ് ഫോണ് ജസ്റ്റ് ഒന്ന് ലോക്ക് തുറന്നപ്പോൾ എനിക്കെല്ലാം കിട്ടി എന്നൊക്കെയാണ് ഏട്ടായി പറയുന്നത്. പറയടാ. കോപ്പ് ഇവന്റെ തള്ളല്. ഓക്കെ, അങ്ങനെ കുറെ തള്ളു. ഇനി നമ്മുടെ മോളൂസുവാ. ഹായ് ഗൈസ്, അപ്പൊ കുറെ പേര് ഞാനിപ്പോ വീഡിയോ ഇട്ടത് കണ്ടിട്ട് ഇനി പാർട്ട് 2 എപ്പോഴാ, പാർട്ട് 3 എപ്പോഴാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അയ്യോ, ഏത് വധൂരികളാണ് നിന്റെയൊക്കെ പാർട്ട് 1 ഉം 2 ഒക്കെ കേൾക്കുന്നത്? ഇത്രയും ഗതികിട്ട മനുഷ്യന്മാരെ ഈ ലോകത്ത്. എനിക്കിപ്പോ പാർട്ട് 2 ഉം പാർട്ട് 3 ഒന്നും ചെയ്യാൻ, എനിക്ക് അത് ഇനിയിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിന്റെ ഭാഗത്ത് എന്നെങ്കിലും തേങ്ങ ഉണ്ടോ? നീയൊക്കെ എല്ലാം കൂടി റീച്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പരിപാടി ഒന്നുകിൽ, അല്ലെങ്കിൽ നല്ല ഒന്നാം തരം കുടുംബം, ഒന്നും പറയാനില്ല. അവിഹിതം 1. ഇത് മറ്റേ ഹാപ്പി ഹസ്ബൻഡ്സിൽ സലീം കുമാറിന്റെ അവസ്ഥയായി. ഞാൻ ഇങ്ങനെ മുടിയിട്ടിട്ട് ഈ അവസ്ഥ എന്റെ അവസ്ഥ. ഞാൻ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു മാത്രം. എന്നുവെച്ചാൽ ഞാനും വിഷ്ണു ആ ഒരു പ്രശ്നത്തിൽ അന്ന് ബ്രേക്കപ്പ് ആയി. ബട്ട് ഇപ്പൊ ബ്രേക്കപ്പ് അല്ല, ഞങ്ങൾ കുഴപ്പമില്ല. ഞങ്ങളുടെ റിലേഷൻ നല്ല രീതിയിൽ തന്നെ ഇപ്പൊ പോണുണ്ട്. മിററിന്റെ ഫ്രണ്ടിൽ കയറിയുന്നുണ്ട്. ഞങ്ങളുടെ റിലേഷനൊക്കെ ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട് ഗായ്സ്. എങ്ങനെയുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒക്കെ? കാട്ടുവധൂരികളെ കൊണ്ട് തോറ്റു. എനിക്ക് കൂടുതൽ നിങ്ങളെ അടുത്തൊക്കെ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ തീരെ താല്പര്യമില്ല. ചീഞ്ഞളിഞ്ഞ നിന്റെയൊക്കെ കുടുംബ ജീവിതം, അല്ലെങ്കിൽ നിന്റെയൊക്കെ വെറും അപരാധ ജീവിതം നാട്ടുകാരെടുത്ത് പറഞ്ഞ് ഞാൻ നിനക്കൊക്കെ താല്പര്യമില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? ഇനി നിന്റെയൊക്കെ ചീഞ്ഞളിഞ്ഞ ജീവിതം കാണാൻ ഞങ്ങൾക്ക് ഒരു താല്പര്യമില്ല. പിന്നെ ഇതൊരു എന്റർടൈൻമെന്റ് പർപ്പസ് ഉള്ളിയായിട്ട് ഞാൻ എടുത്തു, അത്രേ ഉള്ളൂ. മനസ്സിലായ? ഇത് പറഞ്ഞിട്ടില്ല, ഇങ്ങനെ വെറുപ്പിക്കാതിരുന്നാ മാത്രം മതി. വെറുപ്പിക്കാതെ നിന്റെയൊക്കെ കൊണാൻഡറുകൾ നമ്മളെ പറഞ്ഞ് ഇങ്ങോട്ട് കേൾപ്പിക്കാനായിട്ട് നമ്മുടെ ഫീൽഡിൽ പറഞ്ഞു വിട്ടിട്ട് നമ്മളെ ഉറപ്പിച്ചിട്ട് ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ഉറപ്പിക്കണം. എന്നാ ചുരുട്ട് കിടക്കണം. പറയാനുള്ളത്, ഈ പറയുന്ന 2 മാസമായിട്ട് ഞാൻ അഭിയുമായിട്ട് അല്ലായിരുന്നു എന്ന് വെച്ചാ. അവനായിട്ട് 2 മാസമല്ലായിരുന്നു, അതിന് മുന്നത്തെ 2 മാസം ആകാമല്ലോ. അഭിയുമായിട്ട് ഞാൻ ഇങ്ങനെ ഫോട്ടോയും കാര്യങ്ങളും ഇട്ടുള്ളൂ. അവന്റെ കൂടെ പോയിട്ട് 2 മാസമൊന്നും ഞാൻ താമസിച്ചിട്ടൊന്നുമില്ല. 2 ആഴ്ച വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതെന്റെ വീട്ടുകാർക്കും അറിയാം, നാട്ടുകാർക്കും അറിയാം, വിഷ്ണുവിനും അറിയാം. പിന്നെ ഇനി കൂടുതലായിട്ട് എനിക്ക് ആരടുത്തും ബോധിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഞമ്മക്ക് നിന്റെ മായിപ്പിര് കേട്ടിട്ട് എന്നാ കീരവ് തലത്താനേ നിന്റെയൊക്കെ വാദിപ്പ് കുറെ വൃത്തികെട്ട സാധനങ്ങൾ. ബാ ഇന്റർവ്യൂല് മുന്നേ സ്വന്നത് കേൾക്കാൻ. 8 വർഷം പ്രണയിച്ചു എന്നാ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം അവർക്ക് 21-22 വയസ്സേ ഉള്ളൂ. എനിക്ക് 25, അവൾക്ക് 19. ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷം ആയിട്ടുള്ളൂ. ഞാൻ കഥ പറയാൻ വന്ന ഞാനാരാ? 19 വയസ്സുള്ള കൊച്ചിനെ 8 വർഷം മുന്നേ പ്രേമിച്ചു. കാര്യമായിട്ട് 11ാമത്തെ വയസ്സ്, 11 12 വയസ്സ് കഴിയുമ്പോ നേരെ പോയി കണ്ടല്ലേ ഫേസ്ബുക്ക് വീഡിയോ എങ്ങനെ പരിചയപ്പെട്ടു. 12 വയസ്സിൽ ഫേസ്ബുക്ക് ഉണ്ടോ? അവളുടെ അമ്മേന്റെ ഫേസ്ബുക്ക്. അമ്മേന്റെ ഫേസ്ബുക്ക് അതിൽ ഇരുന്നോട്ടെ, എനിക്ക് തല കറിയുന്നത് എന്താ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്. ഇതുപോലെ കുറെ കാട്ടപരാധികളാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്. 11 വയസ്സിൽ അമ്മയുടെ ഫോൺ വഴി ഒരുത്തനുമായിട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റേ കീരവത്തെടുത്തോണ്ടിരിക്കരുത്. പിള്ളേർക്ക് ഇന്ന് കരയാതിരിക്കാനും മിണ്ടാതിരിക്കാനും ഒതുങ്ങി അടങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ ഫോൺ എന്ന് പറയുന്ന സാധനം അങ്ങോട്ട് വാങ്ങിക്കൊടുക്കും, കുട്ടികൾക്ക് അടക്കം. 11ാമത്തെ വയസ്സിൽ ആ പെണ്ണിന്റെ കയ്യിൽ ഫോൺ കിട്ടിയതാണ് ഇന്ന് ഇതുപോലത്തെ ഒരു കഞ്ചാവ് കേസിന് അവള് കൂടെ ആക്കിയത്. പിന്നെ അവള് പതിവ്രതയൊന്നുമില്ല. ഇപ്പം അവളുടെ സ്വഭാവം കണ്ടില്ലേ, ഇവന്റെ കൂട്ടുകാരൻ്റെ കൂടെ പോയിരിക്കുകയാണ്. ഇനി അത് റീച്ചിന് വേണ്ടി ചെയ്തതാണോന്നും അറിയത്തില്ല.
അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു കാലഘട്ടത്തിൽ പിള്ളേർ വഴിതെറ്റുന്നതിൻ്റെ റീസൺ അടക്കം മാതാപിതാക്കൾക്ക് ഒരു പങ്കുണ്ട്. ഈ പിള്ളേരെ അടക്കി ഇരുത്താൻ വേണ്ടിയിട്ട് ഫോണും കോപ്പും വാങ്ങിച്ച് കൊടുക്കുന്നതിന്, അല്ലെങ്കിൽ സ്വന്തം ഫോണൊക്കെ എടുത്ത് കൊടുക്കുന്നതിന് നമ്മളിരിക്കെ ഉപയോഗിക്കാൻ കൊടുക്കണം. 11ാമത്തെ വയസ്സിൽ ഇവനുമായിട്ട് അവൾ ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്തെങ്കിൽ നിങ്ങൾ അവസ്ഥ ഒന്ന് ആലോചിക്കും. ഞാനൊക്കെ 11ാമത്തെ വയസ്സിൽ എങ്ങനെയെങ്കിലും സ്കൂളിൽ ഡ്രില്ല് പീരീഡ് അല്ലെങ്കിൽ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുന്ന പീരീഡ് കിട്ടണം, കച്ചി കളിക്കണം. ഇതായിരുന്നു ലക്ഷ്യം. വേറെ വലിയ ഒരു ലക്ഷ്യമില്ലായിരുന്നു ഉള്ള കാര്യം പറയാം ജീവിതത്തിൽ. സത്യം എന്തുവാ അയ്യോ അന്ത കണ്ണ പാത്താങ്ക ലവ് തോന്നുന്നു എന്തുവാ ചുരുട്ടി കിടക്കണം. ഗുഡ് ലക്ക്. ഗുഡ് ലക്ക് ആയിക്കോട്ടെ, നല്ല കാര്യം. അയ്യോ വിഷ്ണു അമ്മ ഏട്ടായും ഏട്ടച്ഛനോട്ട് വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, കണ്ണാപ്പികൾ. അയ്യോ കലിപ്പനേട്ടൻ കഞ്ചാവെന്നാണ് ഇവനെ അവൾ പറഞ്ഞത്. കഞ്ചാവ് എഴുതി തന്നെ, അത് കണ്ടറിയാം, എഴുതി നെറ്റിൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും ഞാൻ കഞ്ചാവാണെന്ന്. ഓക്കെ, ഇങ്ങനത്തെ യൂണിവേഴ്സിൽ നമ്മളും പോയി പെടാതിരിക്കുക. ഞാനൊരു കാര്യം പറയാം, ഇതുപോലത്തെ ആൾക്കാരൊന്നും സപ്പോർട്ട് ചെയ്യില്ല ദയവ് ചെയ്തിട്ട്. അതുപോലെ പിള്ളേർക്ക് മാതാപിതാക്കൾ ഫോൺ കൊടുക്കല്ലേ, അവസാനം ഇതുപോലെ ഇരിക്കണം. കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കൺവെട്ടത്തിൽ മാത്രം നിങ്ങൾ കാണുന്ന രീതിയിൽ എന്ത് ചെയ്യണമെന്ന് മാത്രം നോക്കുക. അല്ലെങ്കിൽ അവസാനം കൈവിട്ട് പോയി വല്ല കാട്ടപരാധികളോടെയും പോയി അവസാനം ഇതുപോലെയൊക്കെയായി ജീവിതങ്ങൾ തൊലഞ്ഞ് നാറാണത്തായി ഇതുപോലെ ഇങ്ങനെ പെരുവഴിയിൽ നിൽക്കുന്നത് കാണാം. ഓക്കെ, ഒരുത്തൻ്റെ അവിടെ പോകുന്നു, വേറൊരുത്തൻ്റെ അവിടെ അവിഹിത, അവൻ്റെ കൂട്ടുകാരൻ്റെ അവിടെ പോണ്. ഇത് എന്തോന്നട എന്തും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പുതിയ വീഡിയോ ഇടണം.